മുസ്ലിങ്ങളായി ലോകത്തറിയപ്പെടുന്ന പലരും ശിർക്ക് കലർന്ന ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്, വിശ്വാസമാണ് വെച്ചു പുലർത്തുന്നത് എന്ന് നമ്മൾ നമ്മുടെ കൂട്ടുകുടുംബങ്ങളിലൂടെ ബന്ധുമിത്രാദികളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാവും. നമ്മൾ നല്ല അയൽപ്പക്ക ബന്ധം സ്ഥാപിക്കുന്നു, അത് മുസ്ലിമാണെങ്കിലും മുസ്ലിം അല്ലെങ്കിലും. നമ്മൾ നല്ല സാമൂഹ്യ ബന്ധം പുലർത്തുന്നു, അത് മുസ്ലിമാണെങ്കിലും മുസ്ലിം അല്ലെങ്കിലും. വിശക്കുന്നവൻ്റെ വിശപ്പ് മാറ്റിക്കൊടുക്കുന്നു, ജാതിയും മതവും വർഗവും വർണ്ണവും നോക്കാതെ. പൊളിഞ്ഞു വീണവൻ്റെ വീട്, തകർന്നു വീണവൻ്റെ വീട് ശരിയാക്കി കൊടുക്കുന്നു, ജാതിയും മതവും വർഗവും വർണ്ണവും നോക്കാതെ. അങ്ങനെ ചെയ്യണമെന്നതാണ് അള്ളാഹുവിൻ്റെ ദീനാകുന്ന അൽ ഇസ്ലാം. അത് ദഅവത്ത് നിർവഹിക്കാൻ വന്ന അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്. അവിടെ ഒന്നും ജാതി മതം വർഗവും വർണ്ണമൊന്നും നോക്കാൻ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിനെ പോലെ ഫ്ലെക്സിബിളായ, ഇസ്ലാമിനെ പോലെ സോഫ്റ്റായ ഒരു മനസ്ഥിതി വെച്ച് പുലർത്താൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. പക്ഷേ ഇസ്ലാമിനെയാണ് പലപ്പോഴും പലരും തീവ്രതയുടെയും ഭീകരവാദത്തിൻ്റെയും ആലയിൽ കൊണ്ടുപോയി പത്രമാധ്യമങ്ങളിലൂടെ, ചാനലുകളിലൂടെ കെട്ടി വലിയ വെണ്ടക്കക്ഷരം നിരത്തി ഒരു ഇസ്ലാമോഫോബിയ ലോകത്ത് ഇസ്ലാമിനെ വെച്ചുകൊണ്ടാണ് വളർത്തുന്നത് എന്നത് വേറെ കാര്യമാണ്. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ വിശ്വാസത്തിൽ കണിശതയുണ്ട്, തർക്കമില്ല. മുവഹിദുകളായ തൗഹീദുള്ള ആളുകൾക്ക് ഷിർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനം പാടില്ല, അതിലൊരു തർക്കവുമില്ല, വിട്ടുവീഴ്ചയുമില്ല. എന്നാൽ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അവസാനത്തെ ദൂതനാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മാതൃകാ പുരുഷൻ. അത് മുസ്ലിമല്ലാത്ത മൈക്കൽ എച്ച് ഹാർട്ട് പോലും പുസ്തകം എഴുതി ലോകത്തോട് പറഞ്ഞതാണ്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ലോകത്ത് ഞാൻ 100 മഹാരഥന്മാരുടെ ചരിത്രം രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് മൈക്കൽ എച്ച് ഹാർട്ട് 100 ലോകത്തിലെ കഴിഞ്ഞുപോയ 100 ഏറ്റവും വലിയ മഹാരഥന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ മൈക്കൽ എച്ച് ഹാർട്ട് പറഞ്ഞു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തിന് ഒന്നാമത്തെ പേര് യേശു ക്രിസ്തു, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന പ്രവാചകനെ കൊടുക്കാമായിരുന്നു. പക്ഷെ മൈക്കൽ എച്ച് ഹാർട്ട് പറഞ്ഞു ഇല്ല, പ്രൊഫറ്റ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ മഹാവ്യക്തിത്വത്തെ 1-ാം സ്ഥാനത്ത് നിന്ന് 2-ാം സ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല എന്ന് ദ 100 എന്ന പുസ്തകം രചിച്ചപ്പോൾ മൈക്കൽ എച്ച് ഹാർട്ട് ലോകത്തോട് പറഞ്ഞു. എന്നിട്ട് 100 മഹാരഥന്മാരെ എഴുതിയപ്പോൾ ലോകത്തറിയപ്പെടുന്ന മൈക്കൽ എച്ച് ഹാർട്ട് 1-ാമത്തെ പേജ് കൊടുത്തത്, 100-ൽ 1-ാമനായി രേഖപ്പെടുത്തിയത് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂൽ എത്രത്തോളം കണിശമാണ് വിശ്വാസരംഗത്ത്. മറ്റുള്ളവർ ബിംബാരാധന നടത്തുന്ന സ്ഥലത്ത് കൊച്ചു ബിംബങ്ങളെയും വലിയ ബിംബങ്ങളെയും ഒക്കെ വെച്ച് ആരാധിക്കുന്ന വഴിയിലൂടെ നടന്നു പോയപ്പോൾ അവരാകെ നബിയോട് പറഞ്ഞ എന്താ, ഇവിടെ എത്തുമ്പോൾ ഒന്ന് കൈപൊക്കി കാണിച്ച് ഒന്ന് സഹകരിച്ചാൽ മതി, നിങ്ങളിതിനെ ആരാധിക്കണ്ട, നിങ്ങൾ ഇതിനോട് കൂട്ടുനിൽക്കണ്ട. പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഞങ്ങളോടൊന്ന് ചിരിച്ച് ഞങ്ങളുടെ ഈ ബിംബങ്ങളുടെ നേരെ, ഞങ്ങളുടെ നേരെ കൈ ഒന്ന് പൊക്കി ഒന്ന് ഇങ്ങനെ സല്യൂട്ട് കാണിക്കണ പോലെ ഒന്ന് ആംഗ്യം കാണിച്ച് പോയാൽ മതി എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞപ്പോൾ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ വഹയ്യിന് വേണ്ടി മൗനം പാലിച്ചു. പടച്ചവൻ എനിക്കതിനൊരു ഉത്തരം പറഞ്ഞു തരട്ടെ എന്ന നിലക്ക് മൗനം പാലിക്കുകയാണ്, മിണ്ടാതെ നിന്നു. അള്ളാഹ് ആയത്തിറക്കി കൊടുത്തു. എന്തായത്ത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഈ സൂറത്ത് അങ്ങോട്ട് ഇറക്കി. അതിൻ്റെ അർത്ഥം എന്താ? സത്യത്തെ നിഷേധിക്കുന്ന സത്യനിഷേധികളായ മനുഷ്യന്മാരെ, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുന്നവനല്ല. അവസാനം ആ സൂറത്ത് അവസാനിപ്പിച്ചപ്പോൾ അല്ലാഹ് പറഞ്ഞു ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. ഇതിൽ നമ്മൾ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. എന്നാൽ അതേ റസൂല് പറയാണ്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ വെള്ളം ചേർത്ത് നിങ്ങളുടെ വീട്ടിലെ 4 പേർക്ക് കറി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി കറി ഉണ്ടാക്കി അയൽവാസിക്ക് കൊടുക്കണം.
അയൽവാസി വിശന്നിരിക്കെ മുസ്ലിമായ നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ ഇസ്ലാമിൽ മുസ്ലിങ്ങളിൽ പെട്ടവരല്ല എന്ന് നിങ്ങൾ പഠിക്കണം. കണ്ടോ, അതാ ഈ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ. എല്ലാ മനുഷ്യരോടും നല്ല സഹാനുഭൂതിയോടുകൂടി പെരുമാറുക, മനുഷ്യരുടെ വേദനയെ മനസ്സിലാക്കുക, ആളുകളുടെ പ്രയാസത്തെ മനസ്സിലാക്കുക, അവന്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവനെ സഹായിക്കുക. അവിടെ ജാതി നോക്കരുത്, മതം നോക്കരുത്, വർഗം നോക്കരുത്, വർണ്ണം നോക്കരുത്, കളറ് നോക്കരുത്, ഗോത്രം നോക്കരുത്, ഹൈറ്റും വെയിറ്റും നോക്കരുത്. മനുഷ്യരെ, നിങ്ങൾ സമന്മാരാണ്. യാ യുഹന്നാസ് ഇന്ന ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരാളിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചതാണ് അല്ലാഹ്. നിങ്ങളെ ഗോത്രങ്ങളാക്കിയത്, വർഗങ്ങളാക്കിയത്, വർണ്ണങ്ങളാക്കിയത് ലിതഅറഫു, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ വിവിഐപികൾ നാളെ പരലോകത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ള സൂക്ഷ്മതയുള്ള ആളുകളാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സംശയത്തിനിടമില്ലാതെ പ്രഖ്യാപിച്ചു. അത്രയും വിശാലമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. പക്ഷെ ആരാധനാ രംഗത്തോ വിട്ടുവീഴ്ചയില്ല. അയൽവാസി അള്ളാന്റെ പേരിലല്ലാതെ അറുത്തതാ, ബദരീങ്ങളുടെ ആണ്ടിന് അറുത്തൊരു പോത്ത, നല്ല ഇഷ്ടമുള്ള ആളാണ് അയൽവാസി. പോത്തിറച്ചി നന്നായിട്ട് കഴിക്കുന്ന ആളാണ്, നല്ല പള്ളിക്കറിയും അല്ലെങ്കിൽ നേർച്ചച്ചോറൊക്കെ ആ കൂട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അയൽവാസി. പക്ഷെ ഇത് അള്ളാഹുവിന്റെ പേരിലല്ലാതെ നേർച്ചയാക്കിയതാണ്. അത് കൊണ്ടുവന്ന് തരുമ്പോ, ആ പോത്തിറച്ചി നമ്മുടെ വീട്ടിലെത്തുമ്പോ, ആ ചോറ് നമ്മുടെ വീട്ടിലെത്തുമ്പോ വേണ്ട എന്ന് പറയാനുള്ള ആ മനസ്സെന്താണ്? അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതാണ് വിശ്വാസം. ഇത് അള്ളാന്റെ പേരിലല്ലാതെ നേർച്ചയാക്കിയത് കൊണ്ട് എനിക്കത് പാടില്ല. പടച്ചവന്റെ പേരിലല്ലാതെ ഒരു നേർച്ച ഇസ്ലാമിലില്ല. സത്യം ചെയ്യൽ അള്ളാന്റെ പേരിലല്ലാതെ ഇല്ല. മൻ ഹലഫ ബിഗൈരില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്താൽ ഫഖദ് കഫറ ഔ അശ്റക, അവൻ ശിർക്ക് ചെയ്തവനോ കുഫർ ചെയ്തവനോ ആണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. അല്ലാഹി, അല്ലാഹുവാണ് സത്യം, വല്ലാഹി അല്ലാഹുവാണ് സത്യം. എൻ്റെ ഉമ്മയാണ് സത്യം എന്നല്ല പറയേണ്ടത്, പള്ളിയാണ് സത്യം എന്നല്ല പറയേണ്ടത്, കഅബയാണ് സത്യം എന്നല്ല പറയേണ്ടത്. പിന്നെ കഅബയുടെ റബ്ബാണ് സത്യം, ഈ പള്ളിയുടെ രക്ഷിതാവാണ് സത്യം, ഈ ലോകത്തിന്റെ അണ്ടകടാഹങ്ങളുടെ അധിപനാണ് സത്യം, അല്ലാഹുവാണ് സത്യം. സത്യം ചെയ്യുമ്പോൾ അള്ളാന്റെ പേരിൽ മാത്രം. ഇത്ര ക്ലിയറാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അത് ശരിയാവണം എന്നതാണ് ഇസ്ലാമിന്റെ ബേസ്. തൗഹീദ് റെഡിയാവുക എന്നത് ഇസ്ലാമിന്റെ ബേസാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്നത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം നിന്ന് നമ്മെ സഹായിക്കാൻ പറ്റിയ ഏകനായ സ്രഷ്ടാവിനോട് മാത്രമാണ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? അങ്ങനെ പറഞ്ഞാൽ എന്താ? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മളെ വീട്ടിൽ ഒരു കിണറുണ്ട്. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി പറയാണ്. എന്താ ഈ കാര്യകാരണ ബന്ധം അതിനപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. നമ്മളെ വീട്ടിൽ ഒരു കിണറുണ്ട്. ആ കിണറിന് ആൾമറയില്ല. വെട്ടുകല്ല് കൊണ്ടോ സ്റ്റിക കൊണ്ടോ കരിങ്കല്ലുകൊണ്ടോ ഒന്നും കെട്ടിയിട്ടില്ല. നല്ല ഒരു 20 കോല് താഴ്ചയുള്ള ഒരു കിണറാണ്. ആ കിണർ നമ്മളെ മുറ്റത്തിൻ്റെ ഒരു കോർണറിലുണ്ട്. നമ്മളെ വീട്ടിലെ കുട്ടി നിരങ്ങി നീങ്ങണ കുട്ടിയാണ്. ആ കുട്ടി ഇങ്ങനെ നിരങ്ങി ആരും അറിയാതെ കിണറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. കിണറിൻ്റെ അപ്പുറത്തൊരു ഇസ്മായിലോ മുഹമ്മദോ അബൂബക്കറോ നിൽക്കുന്നുണ്ട്. അയാൾ ഈ കുട്ടീനെ ശ്രദ്ധിച്ചിട്ടില്ല. അയാൾ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുക. കുട്ടി ഇങ്ങനെ ഇറങ്ങി പെട്ടെന്ന് ഉമ്മ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ആൾമറ കെട്ടാത്ത കിണറിൻ്റെ അടുത്തെത്തി നിൽക്കുകയാണ് കുട്ടി. അപ്പൊ അമ്മ ഉറക്കെ വിളിച്ചു, ഇസ്മായിലേ, എൻ്റെ കുട്ടിയെ രക്ഷിക്കണമെന്ന്. ഇത് പ്രാർത്ഥനയാണോ? ഇത് പ്രാർത്ഥനയാണോ? അല്ല. അവിടെ കാരണം ബന്ധമൊക്കെ ഉണ്ട്. എന്താണ്? ഇസ്മായിൽ ഈ ഉമ്മ പറയണത് കേൾക്കണം. ഈ കുട്ടി കിണറിലേക്ക് വീടുന്നതിന് മുമ്പ് ഇസ്മായിലിന് തിരിയാൻ സമയം കിട്ടണം, മുഹമ്മദിന് തിരിയാൻ സമയം കിട്ടണം. ഈ ഉമ്മ വിളിച്ചത് ഇസ്മായിൽ കേൾക്കണം, തിരിഞ്ഞിട്ട് അവനെ പിടിക്കാൻ കഴിയണം. എന്നാൽ ചിലപ്പോ പടച്ചവന്റെ നിശ്ചിത പ്രകാരം തീരുമാനം ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റും. അവിടെ ആ വിളി സാധാരണ മനുഷ്യർ തമ്മിലുള്ള സഹായതേട്ടമാണ്. കാരണം ഉമ്മ വിളിക്കുന്നു, കുട്ടി കിണറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്, കിണറിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഇത് കേൾക്കണം, അയാൾക്ക് തിരിയാൻ സമയം കിട്ടണം, തിരിഞ്ഞാൽ പോരാ പിടിക്കാൻ കഴിയണം. അപ്പോഴേക്കും ആ കുട്ടി വീണിട്ടില്ലെങ്കിൽ അവന് രക്ഷപ്പെടുത്താൻ പറ്റണം. ഇവിടെ ചില കാര്യമുണ്ട്, കാരണമുണ്ട്, ബന്ധമുണ്ട്. എന്നാൽ ആ കുട്ടി കിണറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. പടച്ചോനെ എൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ
ഇവിടെ കിണറിനപ്പുറം നിൽക്കുന്ന മനുഷ്യനെ പോലെ പടച്ചോൻ ഇത് കേൾക്കാൻ കഴിയണം. പടച്ചോൻ കേൾക്കും. പടച്ചവന് ഇടപെടാൻ കഴിയണം. എങ്ങനെ ഇടപെടാൻ അള്ളാഹ്ക്ക്? ആ കുട്ടിയോട് ഇനി ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് നീങ്ങാൻ പാടില്ല എന്ന് അള്ളാഹ്ക്ക് വെക്കാം. പിന്നെ കുട്ടി അനങ്ങൂല. പടച്ചവനവിടെ കാര്യമോ കാരണമോ ബന്ധമോ വേണ്ട. പടച്ചവന് ഇടപെടാൻ എങ്ങനെ ഇടപെടാൻ? ആ കുട്ടീനെ അവിടെ സ്റ്റക്കാക്കിക്ക. 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഒരാൾ ആ വഴിയിൽ വരുള്ളൂ. അതുവരെ കുട്ടീനെ അനക്കാതിരുത്താം അള്ളാഹ്ക്ക്. അള്ളാഹുവിനോട് റബ്ബേ എന്റെ കുട്ടി എന്ന് പറയുമ്പോ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥനയുടെ വാചകമാണ്, ഒരു നീയത്താണ് ആകാശത്തിലേക്ക് വരുന്നത്. അതുപോലെയാണ് ഇവിടെ സ്ഥലത്തില്ലാത്ത ബദരീങ്ങള്, ഒരു മരിച്ചുപോയതാ. അതുപോലെയാണ് ഇവിടെ മുഹ്യിദ്ദീൻ ഷേഖ് ഈ മനുഷ്യർ നടത്തുന്ന ഈ വിളിയുണ്ടല്ലോ. ഈ കിണറിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അബൂബക്കറിനോടോ ആമിനത്താത്തയോടോ അപ്പുറത്ത് നിൽക്കുന്ന ഇസ്മായിലിനോടോ മുഹമ്മദിനോടോ പറയുന്നത് പോലെയല്ല. മരിച്ചുപോയ മുഹ്യിദ്ദീൻ ഷേഖ്, മരിച്ചുപോയ ബദരീങ്ങൾ, മരിച്ചുപോയ റിഫായി ഷേഖ്, മുഹ്യിദ്ദീൻ ഷേഖ് എന്റെ കുട്ടി എന്ന് പറയുമ്പോ പടച്ചവൻ രക്ഷപ്പെടുത്തുന്നത് പോലെ ഏതെങ്കിലും അർത്ഥത്തിൽ മുഹ്യിദ്ദീൻ ഷേഖ് രക്ഷപ്പെടുത്തുമെന്നതാണ് ഈ ഉമ്മയുടെ, ഈ വാപ്പയുടെ, ഈ വിളിക്കുന്ന സഹോദരന്റെ സഹോദരിയുടെ ഹൃദയത്തിലുള്ളത്. അതുകൊണ്ട് അത് കടുത്ത ശിർക്കാണ്. ആ വിളി റബ്ബിലേക്ക് മാത്രമേ പറ്റൂ. ഇത്ര സിമ്പിളാണ് മനസ്സിലാക്കാൻ. മുഹ്യിദ്ദീൻ ഷേഖ് ഇത് കേൾക്കുന്നാണ് ഇവർ വിചാരിക്കണത്. മുഹ്യിദ്ദീൻ ഷേഖ് എങ്ങനെങ്കിലും ഇടപെടും. മുഹ്യിദ്ദീൻ ഷേഖ് ഇവിടെ വരുമോ? ഇല്ല, എങ്ങനെങ്കിലും ഇടപെടും. ആ ഇടപെടൽ നടത്താൻ കഴിവുള്ളത് ആർക്കു മാത്രമാണ്? അള്ളാഹുവിന് മാത്രമാണ്. അതാണ് ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഉത്തരം തരാൻ കഴിവുള്ളവൻ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാകണം. നിസ്കാരം അള്ളാഹിന്റെ കൂലി മാത്രം ആഗ്രഹിച്ചിട്ട ഇബാദത്ത്. അതാരാ പഠിപ്പിച്ചത്? അള്ളയും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ നിസ്കാരവും കേരളത്തിലെ ഇടക്കരയിലെ ഈ ഭാഗത്തെ കരുനച്ചിയിലെ പള്ളിപ്പടയിലെ മുസ്ലിങ്ങൾ ഞാൻ നിസ്കരിക്കാൻ പോവുകയാണ് മുഹ്യിദ്ദീൻ ഷേഖിന് വേണ്ടി എന്ന് പറയലില്ല. ഞാൻ അസർ നിസ്കരിക്കാൻ പോവുകയാണ് റിഫായി ഷേഖിന് വേണ്ടി എന്ന് പറയലില്ല. ഞാൻ മഗ്‌രിബ് നിസ്കരിക്കാൻ പോവുകയാണ് ബദരീങ്ങളുടെ പേരിൽ എന്ന് പറയലില്ല. പിന്നെ എല്ലാവരും ളുഹറും അസറും മഗ്‌രിബും ഇശാവും സുബഹി നിസ്കരിക്കുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്താണ്. അവൻ കൂലി തരുമെന്ന നിലക്കാണ്, അവൻ നിർബന്ധം പറഞ്ഞതാണ് എന്ന നിലക്കാണ്. അങ്ങനെ ചെയ്യാവൂ എന്ന് പഠിപ്പിച്ചതാര്? അള്ളയും റസൂലുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ അള്ളാഹുവിന്റെ പ്രവാചകനാണ് പഠിപ്പിച്ചത് അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അതാണ് ഇബാദത്ത്. അദ്ദുആ, ദുആ എന്ന പ്രാർത്ഥന ഹുവൽ ഇബാദ, അതാണ് ആരാധന. അതിന് ആയത്ത് ഓതിയിട്ടാ പഠിപ്പിച്ചത്, വെറുതെ അങ്ങോട്ട് പറഞ്ഞല്ല. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. ഇത്ര ക്ലിയറാ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് എന്ത്? നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം. ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അല്ലാഹ് പറഞ്ഞതാ. എന്നാ അല്ലാഹ് ഒരൊറ്റ സ്ഥലത്തും ഖുർആനിലെ 114 അധ്യായത്തില് 6236 ആയത്തില് ഒരൊറ്റ പേജിൽ ഒരൊറ്റ വരിയിൽ പ്രാർത്ഥിച്ചാൽ ഉടനെ ഞാൻ ഉത്തരം തരാൻ അല്ലാഹ് പറഞ്ഞിട്ടില്ല. അതൊക്കെ കള്ളക്കഥയിൽ മാത്രമാണ്. വായു കൂടുന്നതിന് മുമ്പ് ഉത്തരം തരുന്നൊക്കെ ഉള്ളത് കള്ളക്കഥയിലും മാലപ്പാട്ടുകളിലും മാത്രമാണ്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അല്ലാഹ് എന്താ പറഞ്ഞത്? പ്രാർത്ഥിച്ചോളൂ, ഞാൻ ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ ആർക്കെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നിന്യരായി അവർ നരകത്തിൽ കിടക്കും. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞത്? അല്ലാഹ് എവിടെ പറഞ്ഞിട്ടില്ല അങ്ങനെ. അല്ലാഹ് പോലും പറഞ്ഞിട്ടില്ല നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇന്ന് തന്നെ ഉത്തരം തരാൻ. ചില ആളുകൾക്ക് ഉടനെ ഉത്തരം കിട്ടും, ചില ആളുകൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുക, ചില ആളുകൾക്ക് ഇവിടുന്ന് ദുനിയാവൊന്നും ഉത്തരമേ ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? അല്ലാഹ് ഈ പ്രാർത്ഥന കേട്ടില്ല എന്നൊന്നുമല്ല. പിന്നെ ചില ആളുകളുടെ ഉത്തരം കൊടുക്കാതിരിക്കലായിരിക്കും അവന് ഖൈറ്. പടച്ചോനെ എനിക്ക് ദീർഘായുസ് തരണേ എന്നാണ് ഇയാൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഓനെ ഉടനെ മരിപ്പിക്കലായിരിക്കും ഖൈറ്. അത് അവന് അറിയില്ല, അല്ലാഹ്ക്കേ അറിയൂ. പടച്ചവനെ എൻ്റെ കച്ചവടം വമ്പിച്ച ലാഭകരമായ കച്ചവടാക്കി മാറ്റണേ എന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. ഇവന് ലാഭം കൊടുത്ത് വലിയ കോടീശ്വരനാക്കി മാറ്റിയാൽ ചിലപ്പം വഴിയെത്തിപ്പോവും. അത് അല്ലാഹ്ക്കേ അറിയും. അതുകൊണ്ട് അല്ലാഹ് ചിലപ്പോൾ ഈ പ്രാർത്ഥനക്കുള്ള ഉത്തരം ഇവിടുന്ന് കൊടുക്കാതെ പരലോകത്തിലേക്ക് നീട്ടും. പരലോകത്ത് നിന്ന് മനുഷ്യന്മാർ പറയും, എന്താ എനിക്ക് ഇത്ര വലിയ പ്രതിഫലത്തിൻ്റെ കൂമ്പാരം, നീ നിരന്തരമായി പ്രാർത്ഥിച്ചത് ഞാൻ പരലോകത്തിലേക്ക് നീട്ടിവെച്ചതാണ് എന്ന് അല്ലാഹ്. അപ്പൊ മനുഷ്യൻ പറയും, എൻ്റെ എല്ലാ പ്രാർത്ഥനയും പരലോകത്തിലേക്ക് നീട്ടിവെച്ചുകൂടായിരുന്നോ, ചിലതിനെന്തിനാ ഭൂമിയിൽ വെച്ച് ഉത്തരം തന്നത് എന്ന് മനുഷ്യൻ പറഞ്ഞു പോകുന്ന.
അപ്പൊ അല്ല പോലും ഉടനെ ഉത്തരം തരാന്ന് പറഞ്ഞിട്ടില്ല. അള്ളയാണ് ഉത്തരം തരാൻ കഴിവുള്ളവൻ. അത് എപ്പോൾ കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് റബ്ബാണ്. അവൻ കാരുണ്യവാനാണ്. കടലിലെ നുരയോളം തെറ്റ് ചെയ്തവനാണെങ്കിലും, വലിയ പർവ്വതം കണക്കെ തെറ്റ് ചെയ്തവനാണെങ്കിലും, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുമ്പിലേക്ക് കലങ്ങിയ കണ്ണുമായി, വിതുമ്പുന്ന ചുണ്ടുകളുമായി, ഗദ്ഗദമായ തൊണ്ടയുമായി, നീട്ടിപ്പിടിച്ച കരങ്ങളുമായി പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിന്റെ മുന്നിലേക്ക് അതേ ആത്മാർത്ഥമായി ദുആ ചെയ്താൽ ആ നീട്ടിയ കരങ്ങളെയും കൈകളെയും തട്ടിമാറ്റാനും സിഫറാക്കി ശൂന്യമാക്കി മടക്കാനും ഒന്നും കൊടുക്കാതിരിക്കാനും എനിക്ക് നാണമാണ് എന്ന് ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ്ക്ക് നാണക്കേടാണ് ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുക. കാരണം എല്ലാറ്റിൻ്റെയും അവകാശി അവനാ. കരുന്നച്ചി മുഴുവനും ഒരാളുതാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ചെറിയൊരു സ്ഥലം ലോകത്തിൻ്റെ മാപ്പിൽ ഒരു കടുകുമണി ഇട്ട് അടയാളപ്പെടുത്താണ് നമ്മളെ കരുന്നച്ചി, ഇടക്കരിയും പള്ളിപ്പൊടിയൊന്നും ഇല്ല. അത് ഒരാളതാണെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? പള്ളിപ്പൊടി അങ്ങാടി ആകെ 5-6 പീടിയുണ്ട്, 4 ബിൽഡിങ്ങും ഉണ്ട് കരുന്നച്ചി ഇടക്കരയൊക്കെ അല്ലേ, പള്ളിപ്പൊടിയൊക്കെ. അത് ഒരാളതാണെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താ? അവൻ അറിയാത്ത പിന്നെ ആരെങ്കിലും ഇടക്കരങ്ങാടി മുഴുവനും ഒരാളതാ, ഒരൊറ്റ മനുഷ്യൻ്റെ 2 സൈഡിലും എല്ലാ ബിൽഡിങ്ങും ആ മണ്ണും അവിടുത്തെ മുഴുവൻ റെക്കോർഡും ഒരാളത്. എന്നാൽ തന്നെ അവന് എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അത് ലോകത്തിൻ്റെ മാപ്പിൽ ഒരു കടുകുമണി ഇട്ടടയാളപ്പെടുത്താനില്ല. ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അത് അല്ലാഹ് പറയാ എന്റേതാ, ആകാശത്തിൽ എന്തൊക്കെയുണ്ടോ അതും അവനുള്ളതാ. അവനോട് കൈകൾ നീട്ടി ചോദിച്ചാൽ പടച്ചോൻ പറയാ കൊടുക്കാതിരിക്കാൻ എനിക്ക് നാണമാണ്, ലജ്ജയാണ് കൊടുക്കാതിരിക്കാൻ അള്ളാഹ്ക്ക്. ആ റബ്ബിനോട് ചോദിക്കണം എന്നാണ് സർവശക്തനായ അല്ലാഹു തആല പറയുന്നത്. ദാലികുമുല്ലാഹു റബ്ബുക്കും, ഖുർആൻ പറയാ അവനാകുന്നു, അങ്ങനെയുള്ളവനാകുന്നു നിങ്ങളുടെ രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാറ്റിന്റെയും സൃഷ്ടാവ് അവനാണ്. ഫഅ്ബുദൂ, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ അവനായതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കണം. മുഹമ്മദ് നബി ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. യേശു ക്രിസ്തു ഒരു കൊതുകിനെ പോലും സൃഷ്ടിച്ചിട്ടില്ല. ഇല്ലാന്ന് ലോകത്തൊരാളും ഒന്നിനെ സൃഷ്ടിക്കുന്നില്ല, സൃഷ്ടാവല്ല അല്ലേ? പ്രവാചകന്മാർക്കോ പുണ്യപുരുഷന്മാർക്കോ ഇല്ല, അവരാരും ഖാലിക്കല്ല, അള്ളാഹുവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് വഹുവ അലാ കുല്ലി ഷൈഇൻ വക്കീൽ, എല്ലാറ്റിനും കഴിവുള്ളവനായ ആ റബ്ബ്. പ്രിയപ്പെട്ടവരെ, ആ റബ്ബിനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് ഖുർആൻ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞ എങ്ങനെ അറിയോ? യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈലി. അത്ഭുതകരമായ പ്രയോഗമാണ്. രാത്രി പകൽ, പെട്ടെന്ന് രാത്രി അങ്ങോട്ട് ആവുകയല്ല. 6 മണിയായി, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കൂരിട്ട് അങ്ങോട്ട് വീഴല്ല. പിന്നെ അല്ലാഹ് പറയാണ് രാത്രിയെ ഞാൻ പകലിലേക്ക് മെല്ലെ പ്രവേശിപ്പിക്കുകയാണ്. പതുക്കെ അങ്ങനെ ആളുകൾ വല്യമാരൊക്കെ പറയും ഇരുട്ടി തുടങ്ങി ആ ഇരുട്ട് പതുക്കെ വന്ന് പിന്നെ കൂരിരുട്ടിലേക്ക് പോവുക. രാത്രി പകലിലേക്കും പകൽ രാത്രിയിലേക്കും പടച്ചവൻ പതുക്കെ പതുക്കെ അങ്ങനെ പ്രവേശിപ്പിക്കുക. അതിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. ചന്ദ്രനെയും സൂര്യനെയും അല്ലാഹു കീഴ്പ്പെടുത്തി തന്നു. എല്ലാം പടച്ചവൻ കൊടുത്ത ഡേറ്റ് വരെ കൃത്യമായി ഇങ്ങനെ ചലിക്കുകയാണ്. അല്ലാഹു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് സൂര്യനൊക്കെ, അതുവരെ പടച്ചവനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, അതുവരെ അതിങ്ങനെ പോവുക. റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്. ഈ സൂര്യനെ കീഴ്പ്പെടുത്തിയ, ഇവിടെ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു, ചൂട് പറഞ്ഞപ്പോ അല്ലെ, 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന, ഇവിടുന്ന് 1500 കോടി കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന 1500 കോടി കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തെ, ആ സൂര്യനെ പടച്ചവൻ അവന്റെ നിശ്ചിത പ്രകാരം, കൽപ്പന പ്രകാരം ഇന്ന റൂട്ടിലൂടെ സഞ്ചരിച്ചോ എന്ന് അല്ലാഹ് പറഞ്ഞതാ. എന്നിട്ട് അല്ലാഹു തആല പറയാണ് അവനാണ് നിങ്ങളുടെ റബ്ബ്. ലഹുൽ മുൽക്ക്, അവനാണ് അധികാരം. ആർക്കും അധികാരമല്ല ഇവിടെ, അവനാണ് അധികാരം. വല്ലദീന, എന്നിട്ട് അല്ലാഹ് പറയാ വല്ലദീന, ഒരു കൂട്ടം ആളുകള്, തദ്ഊന മിൻ ദൂനിഹി, ഈ സൂര്യനെയും ചന്ദ്രനെയും ഗോളമണ്ഡലങ്ങളെയും
നക്ഷത്രക്കൂട്ടങ്ങളെയും ഈ ഭൂമിയെയും ഇവിടുത്തെ വെള്ളത്തെയും സമുദ്രത്തെയും ആ അതിവേഗതയിൽ കറങ്ങുന്ന സാങ്കല്പിക അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നതിനെയും സർവചരാചരങ്ങളെയും സസ്യലതാദികളെയും സംവിധാനിച്ച റബ്ബുണ്ടായിരിക്കെ വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അവന് പുറമെ റബ്ബല്ലാത്ത ആളുകളോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു കാരക്കക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അവരാരും ഉടമപ്പെടുത്തിയിട്ടില്ല. നമ്പർ എന്തങ്ങള് എന്ന് പറയും. അള്ളാഹു അദ്ദേഹം നല്ല മനുഷ്യനാണെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന് പരലോകത്ത് ഖൈറ് കൊടുക്കുമാറാകട്ടെ. നമുക്കറിയില്ലല്ലോ ഹിസ്റ്ററികൾ ഓരോ മനുഷ്യരെ കുറിച്ച്, നമുക്ക് ആരും ഉള്ളറിയില്ല. ഇപ്പൊ CM എന്ന് പറയുന്ന മനുഷ്യനെ പറ്റി പറയെല്ലാരും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടത്. CM സുഖമില്ലാത്ത മനുഷ്യനാ, ഇന്ന് ലോകം തന്നെ നിയന്ത്രിക്കുന്നത്. ഇതൊക്കെ പബ്ലിക് പ്രസംഗത്തിൽ പറയണ. ഇടയ്ക്കത് പള്ളി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പബ്ലിക് പ്രസംഗം കേൾക്കാത്ത ആളുകളുണ്ട്, അവർക്കത് മനസ്സിലാകാതെ പോകും. അതുകൊണ്ടാണ് അത് പറയണത്. എങ്ങനെ CM ആണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേരളത്തിലെ വലിയൊരു ഭൂരിപക്ഷം മുസ്ലിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പണ്ഡിതന്മാർ, സാധാരണക്കാരൊന്നുമല്ല. ഞാൻ ഈ മിമ്പറിൽ ഖുതുബയിൽ പേരൊന്നും പറയണില്ല. വലിയ വലിയ പണ്ഡിതന്മാർ. CM ഖബറിൽ മലന്ന് കിടക്കുകയാണ്, എന്നിട്ട് ഫ്ലൈറ്റ് പോകുന്ന കാണുകയാണ്, ട്രെയിന് നിയന്ത്രിക്കുകയാണ്, എല്ലാ രാജ്യത്തിലേക്കും പറക്കുന്ന ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടാതെ നിയന്ത്രിക്കുകയാണ്. കരിപ്പൂര് കുന്നിൽ വന്നിട്ട് CM ജീവിച്ചിരിക്കെ വന്നിട്ട് പറഞ്ഞത്രേ, ഇത് മാൻപേടകളും നാക്കാലികളും മേഞ്ഞു നടക്കുന്ന സ്ഥലമാണ്, ഇത് ഇനി മുതൽ ഹജ്ജിന് പറക്കാനുള്ള കേന്ദ്രമാകട്ടെ. അങ്ങനെയാണ് കരിപ്പൂർ എയർപോർട്ട് ഉണ്ടായതെന്നാ. എന്നുവരെ പ്രസംഗിക്കുകയും പുസ്തകം എഴുതുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ CM. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചു കിടന്ന ഒരു മനുഷ്യൻ്റെ കുടുംബക്കാർ പറഞ്ഞു, താടി കെട്ടാൻ പറഞ്ഞു ഡോക്ടർമാർ. കെട്ടി, കാലിൻ്റെ വിരലും കൂട്ടി കെട്ടി, വെള്ളത്തുണി കൊണ്ട് മൂടി. കുടുംബത്തിൽ ഒരാൾ പറഞ്ഞു, കൊണ്ടുപോകുന്നതിന് മുമ്പ് പേപ്പറൊക്കെ റെഡിയാക്കിക്കോളി, കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒന്ന് CM വിളിച്ചുകൊണ്ടരാ, ജീവിച്ചിരിക്കണ്ടല്ലോ. CM വന്നു, തുറക്കാൻ പറഞ്ഞു, വാതിൽ തുറന്നു. CM ഒരു ചെറിയ വടിയെടുത്ത് കാലിൻ്റെ ഭാഗത്ത് തട്ടിയിട്ട് എണീക്കാൻ പറഞ്ഞു. എണീച്ചു എന്നാണ് 2022 23 പ്രസംഗിക്കുന്നത്. സാക്ഷികൾ ഉണ്ട് എന്നാണ് പ്രസംഗിക്കുന്നത്. മരിച്ചാളെ ജീവിപ്പിക്കുമാര് CM. എന്നാൽ CM അവസ്ഥ എന്താ? കാലിൻ്റെ തള്ളവരൽ പഴുത്ത് ഡോക്ടർമാർ മുറിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് പേടിയാറിന് മുറിക്കാതെ പഴുത്ത് മരിച്ച ആളാണ് CM. ഇതെന്തിനാ മിമ്പറമെന്ന് പറയണത്? എന്നിട്ട് മുസ്ലിങ്ങൾ പറയാണ് CM ലോകം നിയന്ത്രിക്കുന്നത്. അള്ളാഹുവിനെ പോലെയാണ് CM എന്നാ പറയണത്. നഊദുബില്ലാ, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് സത്യമാർഗം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളാരും കളിയാക്കിയല്ല ഇത് പറയണത്. മറിച്ച് ഒരു മനുഷ്യൻ സുഖമില്ലാതെ 10-62 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച സുഖമില്ലാത്ത സ്വർണ്ണമാല ഇട്ടിട്ടാ നടക്കുക. നമ്മൾ പറയണല്ല, പുസ്തകത്തിലുള്ളതാ സ്വർണ്ണമാല, പ്രസംഗത്തിലുള്ളതാ ഗോൾഡിൻ്റെ ചെയിൻ ഇടും, റമദാൻ മാസത്തിൽ ചായ കുടിക്കും. അപ്പോൾ സുഖമുണ്ടോ? കാണാൻ വരുന്ന പോലെ കൊണ്ടൊക്കെ സിഗരറ്റ് ഏൽപ്പിക്കും, സുഖമുണ്ടോ? ഈ മനുഷ്യനാണത്രേ ലോകം നിയന്ത്രിക്കുന്നത്. അപ്പം അതുകൊണ്ട് CM എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണ്? അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. മാനസിക അസ്വസ്ഥത ഉള്ള ആളാണ്. ഇതെന്തിനാ ഈ പള്ളി എന്ന് പറയണത്? തേടി പോവുകയാണ് ആഗ്രഹ സഫലീകരണത്തിന്. കുട്ടികളില്ലാത്തവർ, അസുഖം മാറാന്, കുട്ടികളുടെ പരീക്ഷ റിസൾട്ട് വമ്പിച്ച റിസൾട്ടായി മാറാന്, അല്ലേ? എൻട്രൻസ് കോച്ചിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുടെ മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള ജാറങ്ങളെയും മക്ബറകളെയും തേടി പോവുകയാണ്, പണമെറിയുകയാണ്. കരിപ്പൂർ എയർപോർട്ടിൻ്റെ ഒരു ഓരത്ത് അവിടുത്തെ നിയമം പോലും തെറ്റിച്ചോ എന്ന് തോന്നുന്ന വിധത്തിൽ വലിയ മിനാരമുയർത്തി വലിയ ജാറമുണ്ട് അവിടെ. എന്താ അങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്തൊരു ജാറുണ്ടാക്കാൻ കാരണം മോനെ എയർപോർട്ടിലാക്കി ഫ്ലൈറ്റ് പൊന്തുന്നവരെ കാത്തുനിന്ന് തൻ്റെ മോൻ പറക്കുന്നതറിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ പോക്കറ്റ് കിടക്കുന്ന 500 1000 പ്രശ്നമില്ല, ഇവിടെ നിക്ഷേപിക്കാൻ എൻ്റെ കുട്ടി സുഖയാത്രയിലാവട്ടെ എന്ന് വിചാരിക്കുമെന്ന് അന്ധവിശ്വാസ കച്ചവടം നടത്തുന്നവർക്കറിയാം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് എയർപോർട്ടിൻ്റെ അടുത്തൊക്കെ ജാറുണ്ടാക്കണത്. ഞാനിത് പറഞ്ഞത് ചിന്തിക്കാനാണ്. നിങ്ങൾക്ക് തൗഹീദ് മനസ്സിലായിട്ടുണ്ട്. പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാരെ, പള്ളിയിൽ വരുന്ന യുവാക്കളെ, പ്രായമുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളെ ഭാര്യ പള്ളിക്ക് വരുന്നില്ല, നിങ്ങളെ ഉമ്മ വരുന്നില്ല, നിങ്ങളെ പെങ്ങൾ വരുന്നില്ല. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം നിങ്ങളുടെ വീടല്ല, നിങ്ങളുടെ വലിയ കൊട്ടാരമല്ല, നിങ്ങളുടെ ആധാരങ്ങളുടെ ആ വലിയ നികുതി ചീട്ടുകളുടെ അലമാരയിൽ സൂക്ഷിച്ച ഭണ്ഡാരക്കെട്ടുകളല്ല. നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ആദ്യത്തെ ഏട് അത് തൗഹീദിന്റെ ഏടാണ്. ആദ്യത്തെ റിക്കാർഡ് അത് തൗഹീദിന്റെ റിക്കാർഡാണ്. അത് റെഡിയാവാതെ പോയാൽ പരലോകം നഷ്ടമാകും.
അതുകൊണ്ടാണ് ഇത് പറയുന്നത്. സർവശക്തനായ റബ്ബ് ഈ തൗഹീദ് മനസ്സിലാക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മയംലികൂന മിൻ ഖിത്മീർ, ഒരു കാരക്കുരുവിൻ്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും ഇവരാരും ഉടമപ്പെടുത്തിയിട്ടില്ല. ഇനി ഖുർആനിൽ പറഞ്ഞ ഉപമകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഖുർആൻ പറഞ്ഞ ഉപമകൾ, ഒരു ഈച്ച, നിങ്ങളാരെ ഇപ്പോൾ വിളിക്കണത്? നാട്ടിലെ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകൾ ആരെ വിളിക്കണത്? ഏതെങ്കിലും ജാറത്ത് കിടക്കുന്ന ആളെന്ന് വിചാരിച്ചോളൂ. അയാൾ ജീവിച്ചിരിക്കുന്ന കാലാന്ന് വിചാരിച്ചോളൂ. അയാളുടെ പഞ്ചസാര പാത്രത്തിലൊരു ഈച്ച ഇരുന്നു. അയാളുടെ വേറെ ഏതെങ്കിലും ഒരു ധാന്യ പാത്രത്തിലൊരു ഈച്ച ഇരുന്നിട്ട് ഈച്ച കാലിൽ ഇറുക്കി പിടിച്ചിട്ട് ഒരു ചെറിയ തരി കൊണ്ട് പാറിപ്പോയി. അത് വാങ്ങിത്തരാൻ അല്ല പറയാ, അത് തിരിച്ചു വാങ്ങിത്തരാൻ നിങ്ങളീ പോണ അമ്പലത്തിലെ ആളുണ്ടല്ലോ, നിങ്ങളീ പോണ ജോത്സ്യണ്ടല്ലോ, നിങ്ങളീ പോണ ബീവി ഉണ്ടല്ലോ, നിങ്ങളീ പോണ ഹോജുണ്ടല്ലോ, നിങ്ങളീ തേടിപ്പോകുന്ന വലിയ വലിയ മഹത്തുക്കളുണ്ടല്ലോ, അവർക്ക് നിങ്ങളുടെ ഭക്ഷണപാത്രത്തിൽ നിന്ന് കാലിൽ ഇറുക്കി പിടിച്ച് പറന്നുപോയ ഈച്ചയിൽ നിന്ന് അത് തിരിച്ചു വാങ്ങിത്തരാൻ കഴിയില്ല. അല്ല പറയാ ഖുർആനില്. അത്ര ദുർബലരാണവർ. അതുകൊണ്ട് മനുഷ്യരെ ആലോചിക്കണം. അതുകൊണ്ട് പ്രവാചകനോട് അല്ലാഹ് പറഞ്ഞു, പ്രഖ്യാപിക്കൂ നബിയെ, എന്ത്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. ഖുൽ, പറയൂ നബിയെ, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. വലാ ഉശ്രിക് ബിഹി അഹദ, വലാ ഉശ്രിക് ബിഹി അഹദ, അവനിൽ ഒന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. റബ്ബ് ഷിർക്ക് കലരാത്ത ജീവിതം നയിക്കാൻ എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഏതൊക്കെ ഷിർക്കിൽ വരിക? പ്രാർത്ഥന ഉറപ്പ്. 2, ഏലസ്. രോഗം മാറാൻ കയ്യിൻ്റെ തണ്ടയിൽ, അല്ലെങ്കിൽ അരയിൽ, അല്ലെങ്കിൽ ആരും കാണാത്തൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ കഴുത്തിലൊരു മാലയാക്കി, ഒരു തകിടിൽ, അല്ലെങ്കിൽ എന്തൊക്കെ ചുരുട്ടിക്കെട്ടി ഒരു ഏലസ് കെട്ടുമ്പോൾ, ഞാൻ ചോദിക്കുകയാണ് ഈ പള്ളിയിൽ വന്ന ഓരോ മുസ്ലിമിനോടും, നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരാൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ വിശ്വാസം എന്താണ്? എല്ലാം കാണുന്നു അല്ല, എല്ലാം കേൾക്കുന്നു അല്ല, എല്ലാം അറിയുന്നു അല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ തുടിപ്പും മിടിപ്പും അറിയുന്നു അല്ല, ഏതാപത്തുനിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്നവനാണ് അല്ല. അള്ളാഹ്ക്ക് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഇല്ല, അവന് ഇരുട്ടും വെളിച്ചവും ഇല്ല. എന്നിട്ട് ഈ നൂലിൻ്റെ കഷ്ടം എന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ റബ്ബിൽ എന്ത് തവക്കുലാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്? പിന്നെ അള്ളാഹുവിൽ എന്ത് വിശ്വാസമുള്ളത്? ഈ തകിടിൻ്റെ കഷ്ണം എന്നെ രക്ഷപ്പെടുത്തും, ഇത് കുപ്പിയിലാക്കി വീടിൻ്റെ മൂലയിൽ കുഴിച്ചിട്ടാൽ പിന്നെ ആപത്തൊന്നും വരൂല. ഒരു പുതിയ വണ്ടി വാങ്ങി ഈ പച്ച നൂല് വണ്ടിമ കെട്ടിവെച്ചാൽ ആപത്ത് വരൂല എന്ന് വിചാരിച്ചാൽ പിന്നെ പടച്ചവനിൽ എന്ത് തവക്കുലാണ് നിനക്കുള്ളത്? അള്ളാഹുവിൽ എന്ത് വിശ്വാസമാണുള്ളത്? എന്നെ സൃഷ്ടിച്ച റബ്ബായ സ്രട്ടാവായ റബ്ബിൽ പിന്നെ എന്ത് വിശ്വാസമുള്ളത്? അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, മൻ അല്ലഖ തമീമ, ആരെങ്കിലും മേലസ് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് വെച്ചവനാണ്. റസൂലുള്ളാഹിനെ കാണാൻ 10 ആൾ വന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 9 ആൾക്ക് റസൂൽ കൈ ഇങ്ങനെ കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 9 ആളെ കൈ പിടിച്ച് അള്ളാന്റെ റസൂൽ ഇങ്ങനെ ബയ്യത്ത് ചെയ്തു. ഒരു യാത്രക്കാരനെങ്കിലും ഇത് മനസ്സിലാക്കിയാൽ ഈ പള്ളി ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യവും ഈ പള്ളി ഉണ്ടാക്കിയതിന് പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ പ്രതിഫലവും കിട്ടും. ആ നിലക്കാൻ അത് പറയുന്നത്. ഒരു യാത്രക്കാരനെങ്കിലും മനസ്സിലാക്കിയാൽ 10 ആൾ റസൂലിൻ്റെ മുമ്പിൽ വന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്ന് കൈ പിടിച്ച് 9 ആൾ, ഒരാൾക്ക് റസൂലുള്ള കൈ കൊടുത്തില്ല, ബൈഅത്ത് ചെയ്തില്ല, ഒരു ഉടമ്പടിക്ക് വന്നതാ. അപ്പോൾ 9 ആളും ചോദിച്ചു, നബിയെ ബൈഅത്ത് തിസ്അ, നിങ്ങൾ 9 ആളുമായി ബൈഅത്ത് ചെയ്തു, വതറക്ത ഹാദാ, ഈ ഒരു ഞങ്ങളെ കൂട്ടത്തിൽ വന്ന ഒരാൾ നിങ്ങൾ എന്താ മാറ്റി നിർത്തിയത്? അപ്പോൾ നബിയുടെ മറുപടി എന്താരോ? ബൈഅത്തു തിസ്അ, ഞാൻ 9 ആളുമായി ബൈഅത്ത് ചെയ്തു, വതറക്തു ഹാദാ, നിങ്ങൾ ഈ പറഞ്ഞ മനുഷ്യനെ ഞാൻ മാറ്റി നിർത്തിയതാ, അറിയാതെ പോയതൊന്നല്ല, ബോധപൂർവം മാറ്റി നിർത്തിയതാ. അപ്പോൾ അവർ ചോദിച്ചു, എന്താ നബിയെ? പ്രവാചകൻ പറഞ്ഞു, ഫഇന്ന അലൈഹി തമീമ, അവന്റെ ശരീരത്തിലേക്ക് നോക്ക്, ഏലസ് കെട്ടിയവനാണവൻ. അല്ലാഹുവിന്റെ റസൂലിന് അധികാരമുള്ള സമയമാണ്. റസൂൽ അടുത്തേക്കും കൂടി വിളിച്ചു ആ മനുഷ്യനെ. എന്നിട്ട് നബിയുടെ കയ്യങ്ങു ഏലസിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. ദഖല, പ്രവേശിച്ചു. അദ്ഖല, കരുതിക്കൂട്ടി പ്രവേശിപ്പിക്കണം. ഇവിടുന്ന് പുറത്തു പോയാൽ ഹറജാറി, ഒരാളെ പുറത്താക്കുകയാണെങ്കിൽ അഹ്റജ എന്നാ പറയുക. അപ്പോൾ ഉന്തണ്ടി വരും ചിലപ്പം. അതാ വ്യത്യാസം, അതാണ് ആ പ്രയോഗം കേട്ടോ. ദഖല എന്നല്ല അവിടെ പ്രയോഗിച്ചത്. ദഖല എന്നാൽ സാധാരണ നമ്മൾ കൈ ഇങ്ങനെ പ്രവേശിക്കണേന്ന് പറയാ. അദ്ഖല, പ്രവാചകൻ ബോധപൂർവം വെച്ച് ദേഷ്യത്തിൽ രോഷത്തിൽ ആ ഏലസിന്റെ ഉള്ളിലേക്ക് കൈ അങ്ങ് പ്രവേശിപ്പിച്ചു. ഫഖതഅഹാ, അതങ്ങ് വലിച്ചു പൊട്ടിച്ചു. എന്നിട്ട് നബി പറഞ്ഞു, മൻ തഅല്ലക തമീമ ഫഖദ് അശ്റക, എടോ ഏലസ് കെട്ടിയവൻ ശിർക്ക് ചെയ്തവനാണ്. ഇതൊക്കെ ഹദീസിൽ പച്ചക്ക് ഇങ്ങനെ കണ്ടിട്ട് കെട്ടിക്കൊടുക്കുക ഏലസ്.
മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിച്ചു പൊട്ടിച്ചിട്ട് പറഞ്ഞു, ഏലസ് കെട്ടിയവൻ ശിർക്ക് ചെയ്തവനാണ്. എന്നിട്ട് ഇത് കിതാബിലും ഗ്രന്ഥങ്ങളിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും കണ്ടിട്ടും കെട്ടിക്കൊടുക്കുക. നമ്മളെ കുട്ടിക്ക് വേണ്ടി കെട്ടുക, സഹോദരിമാര് കെട്ടുക, യുവാക്കൾ കെട്ടുക, യുവതികൾ കെട്ടുക, ഏലസ് കെട്ടുക. കടുത്ത പാപമാണ്, ചെയ്യരുത്. ഇവിടെ ഒരാൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾ നിങ്ങളെ കുട്ടുകുടുംബങ്ങളിൽ ബന്ധുമിത്രാദികളിൽ നല്ല വിദ്യാസമ്പന്നരായ ഡോക്ടർമാർ വരെ അന്ധവിശ്വാസികളായി മാറുന്നു. വലിയ എഞ്ചിനീയറാണ്, പക്ഷെ അന്ധവിശ്വാസം മാറിയിട്ടില്ല. അടുക്കള ഉസ്താദ് പറഞ്ഞു പൊളിക്കണം എന്നാ പൊളിക്കുക. വലിയ വിദ്യാഭ്യാസമുള്ള ആളാ, ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കിയ ആളാ, നല്ല കണ്ണിങ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ആളാ. പക്ഷേ 10 സെന്റ് സ്ഥലമുള്ളത്, 8 സെന്റ് സ്ഥലമുള്ളത്, 6 സെന്റ് സ്ഥലമുള്ളത്. എന്നിട്ട് ഇവിടെ നിന്നിട്ട് എന്നും കുട്ടിക്ക് അസുഖ എന്താന്ന് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു അടുക്കള പൊളിക്കണം എന്നാ പൊളിച്ചു. ബാത്റൂം ഇവിടെ പറ്റൂല. പിന്നെ ഇവൻ 6 സെന്റ് സ്ഥലമേ ഉള്ളൂ, പിന്നെ ഓൻ എവിടെ ഉണ്ടാക്കുക? ഇതൊന്നും ഇസ്ലാമിലുള്ളതല്ല. ഇതൊക്കെ അന്ധവിശ്വാസം കടന്നുകൂടിയതാ. കന്നിമൂല വേണം, കുറ്റിയടിക്കുമ്പോൾ ഒരു കുറ്റി പച്ചക്കുറ്റിയാവണം. ആരാ പറഞ്ഞത്? അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ല, ശൈത്താന്റെ ഉപദേശമാണ്. നിങ്ങൾക്ക് 6 സെന്റ് സ്ഥലമേ ഉള്ളൂ, 6 സെന്റ് സ്ഥലത്ത് ഏറ്റവും ഉഷാറായിട്ട് വീടുണ്ടാക്കാൻ നല്ല എഞ്ചിനീയറെ വിളിച്ചോളൂ. അയാൾ ഈ സ്ഥലം മാക്സിമം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നല്ല ട്രിക്ക് അറിയുന്ന ഒരു എഞ്ചിനീയറെ വിളിക്ക്. 4ാം ക്ലാസ് വരെ സ്കൂളിൽ പോകാത്ത ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളെ വിളിച്ചിട്ട് ഈ മൂലക്കലാണ് കിണർ, ഈ മൂലക്കലാണ് ബാത്റൂം, ഈ മൂലക്കലാവണം സിറ്റ് ഔട്ട്, എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയാ? വെറുതെ പറയാ. അതുകൊണ്ട് ദീനായി നമ്മൾ പഠിക്കണം, ഇല്ലെങ്കിൽ അപകട. എടക്കര പരിസരത്ത് വരെ പ്രിയപ്പെട്ടവരെ അടുക്കള പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. വെറുതെ പറയല്ല. ഇവിടുന്ന് ചുങ്കത്രയ്ക്ക് ഇടയിൽ, കരുന്നച്ചി ചുങ്കത്ര, ഈ മുസ്ലിയരങ്ങാടി ചുങ്കത്രക്കിടയിൽ എത്ര വീടുകളുടെ അടുക്കള സിറ്റ് ഔട്ടൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. എന്തിൻ്റെ പേരിലായിരുന്നു? അത് ശരിയല്ല. കുരുത്തുണ്ടാവില്ല, പൊരുത്തുണ്ടാവില്ല. ഇതൊക്കെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അതൊക്കെ മുസ്ലിം ഉമ്മത്ത് പഠിക്കണം എന്ന നിലക്കാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിലില്ല. ഇസ്ലാം വളരെ സുതാര്യമാണ്, എളുപ്പമാണ് ജീവിക്കാൻ, കെട്ടിക്കുടുക്കില്ലാത്തൊരു മതമാണ്. അതിനെ ഭാരമാക്കി മാറ്റരുത് എന്ന് നമ്മൾ നമ്മുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയങ്ങളെ ഈ ഖുതുബയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അള്ളാഹു ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അന്ധവിശ്വാസങ്ങൾ പെരുകുന്നു, ശിർക്ക് വർദ്ധിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ഖുതുബയിൽ എത്രയോ വിഷയങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ ഒരു പബ്ലിക്കിൽ പറയുന്ന വിഷയം മിമ്പറിൽ പറയാവുന്ന വിധത്തിൽ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിച്ചത് ഈ ബോധപൂർവമായ ഇടപെടലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു കൂടുതൽ പഠിക്കാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കാരണം ഒരു മനുഷ്യൻ്റെ ചോദ്യം എന്താ അറിയോ? ഞാൻ വീണു, അപകടത്തിൽപ്പെട്ടു, ഒരു ആക്സിഡൻറ്റിൽപ്പെട്ടു, ഒരു വലിയ പണ്ഡിത സഭയോടുള്ള ചോദ്യം. അങ്ങനെ ഞാൻ മരിക്കുകയാണെന്ന് ഉറപ്പാവുകയാണ്. ഈ ചോദ്യകർത്താവ് ഒരു സാങ്കല്പികമായിട്ട് പറയാം, ഞാൻ മരിക്കുമെന്ന് എനിക്ക് ഉറപ്പാവുകയാണ്. അപ്പം ഞാൻ വിളിച്ചു, ബദരീങ്ങളെ കാക്കണേ. എന്നാൽ എൻ്റെ വിശ്വാസം എന്താണ്? ഞാൻ ആ വിളിച്ചതിൻ്റെ നിജസ്ഥിതി അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഇതൊക്കെ ഇങ്ങനെ പ്രസംഗമൊക്കെ കേട്ട് ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പല സ്ഥലത്തുനിന്നും കേട്ടിട്ട് ഒരു വലിയ ഉസ്താദുമാരുടെ സദസ്സിനോട് ഒരു പാവപ്പെട്ട മനുഷ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ സ്റ്റേജിലിരിക്കുന്ന ഒരാൾ എണീറ്റിട്ട് മൈക്കിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉത്തരം എന്താ അറിയോ? നീ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് പറയേണ്ടത്, അള്ളാനെയാണ് വിളിക്കേണ്ടത് എന്നല്ല. ഈ ചോദ്യകർത്താവ് ചോദിച്ചെന്താ അറിയോ? ഞാൻ വീണ് ഒരു ആക്സിഡൻറ്റിൽ പെട്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് ചോര ഒലിച്ചു പോവുകയാണ്, ഞാൻ മരിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്, ബദരീങ്ങളെ കാക്കണേ എന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നാ? അതിൻ്റെ മറുപടി എന്താ അറിയോ? അത് കറക്റ്റ് വിളിയാണ്, അങ്ങനെ തന്നെയാണ് വിളിക്കേണ്ടത്. നഊദു ബില്ലാഹ്. അത് തന്നെയാണ് വിളിക്കേണ്ടത്, ആ വിളിയാണ് കറക്റ്റ്. എന്നിട്ട് ഉസ്താദ് ബാക്കി പൂർത്തീകരിച്ച എങ്ങനെയാണ്? എന്താ അറിയോ? അള്ളാഹു ആ ഉസ്താദിനും പടച്ചവൻ സന്മാർഗം തുറന്നു കൊടുക്കുമാറാകട്ടെ. എന്താ പറഞ്ഞതെന്നറിയോ? അങ്ങനെ നീ പറഞ്ഞാൽ, നീ മരിക്കുകയാണെങ്കിൽ നിന്നെക്കൊണ്ട് നീ വിളിച്ച ബദരീങ്ങളുടെ കറാമത്ത് കൊണ്ട് നിന്നെക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിക്കും എന്നാ പറയണേ. എന്ത്? നീ ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞിട്ട് മരിക്കണമെങ്കിൽ കാണുന്നോൽക്ക് അങ്ങനെ ആയിരിക്കും, പക്ഷേ ബദരീങ്ങളുടെ കറാമത്ത് കൊണ്ട് നിന്നെക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിക്കും.
അപ്പം മരിക്കുന്ന സമയത്തു വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാതെ പോകുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവണില്ല. എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവണില്ല. എത്ര സങ്കടകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദിൻ്റെ വിഷയം കറക്റ്റാക്കണം. പ്രാർത്ഥന ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രമാണ്. അത് ഒരു മലക്കിനോടുമില്ല, ഒരു ജിന്നിനോടുമില്ല, ഒരു വ്യക്തിയോടുമില്ല, ഒരു മൗലവിയോടുമില്ല, ഒരു ഹോജയോടുമില്ല, ഒരു ഖബറിൽ കിടക്കുന്നവനോടുമില്ല, ഒരു പുറത്ത് കിടക്കുന്നവനോടുമില്ല. ദുആ ലോകത്തിൻ്റെ രക്ഷിതാവായ റബ്ബിനോട് മാത്രം. അത് കറക്റ്റായിട്ടില്ലെങ്കിൽ നമ്മുടെ ഇബാദത്ത് പൊളിഞ്ഞ് നാശമായി പോകും. അള്ളാഹു നമ്മെ എല്ലാവരെയും തൗഹീദിൻ്റെ ഉടമകളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പള്ളിയുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പള്ളി ഒരു കൊച്ചു പള്ളിയാണ്, പഴയ പള്ളിയാണ്. എന്നാൽ കുറേ ശരിയാക്കി ഒരു മനോഹരമായ പള്ളിയായി അതിൻ്റെ ഉള്ളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ പള്ളിയിൽ വരുന്നാൽ കൈ ഇങ്ങനെ 2 മുട്ടുകാലും കുത്തിവെച്ച്, കേട്ടോ, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് നോക്കാത്ത ആരെങ്കിലും അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്നെ പറ്റി പറയാൻ തോന്നണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ശരിയാക്കിക്കൊള്ളി വേഗം. എന്നിട്ട് കാലിങ്ങനെ, മനസ്സിലായില്ലേ, കാലിങ്ങനെ പിടിച്ചിട്ടിരിക്കും. അങ്ങനെ നമ്മൾ പറയുമ്പോൾ എന്നാലും എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ പോരേനോ, എന്തിനാ അപ്പോൾ ഇന്ന മിമ്പർമ്മ നിൻ്റെ മുത്ത് കോക്കി പറഞ്ഞതെന്ന് തോന്നണ്ട, ആ നിലക്കാണ് താഴത്ത് കോക്കി പറഞ്ഞത്. അപ്പോൾ കാലിങ്ങനെ മുട്ട് കുത്തി വെച്ചിട്ട് കെട്ടിയിരിക്കുക. അത് പള്ളിയിൽ പാടില്ലാത്ത അപമര്യാദയാണ്. 2 കാലിങ്ങനെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് തടുത്ത് പറിച്ചിരിക്കണവർക്ക് പള്ളിയിരിക്കാൻ പാടില്ല. പിന്നെ ചാരി ഇരിക്കൽ ഹറാമെന്നൊന്നും പറയാൻ പറ്റൂല, പക്ഷേ ആരോഗ്യമുള്ള ഒരാൾക്ക് പറ്റാത്തൊരു കാര്യമാണ്. നല്ല ചെറുപ്പക്കാർ, കരാട്ടക്കും ജിമ്മിനും ഗുസ്തിക്കൊക്കെ പോണ ആൾക്കാർ പള്ളിയിൽ വന്നാൽ ഏറ്റവും ബാക്കിൽ ഇങ്ങനെ പോയി ചുമരിൽ ചാരി ഇങ്ങനെ ഇരിക്കുക. അത് എന്തോ ഒരു അലസത. ഇത്രയൊക്കെ മതി. പള്ളീൻ്റെ കാര്യമല്ലേ. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലോകകപ്പ് അടക്കുക, നിങ്ങൾ ഏറ്റവും ബാക്കിൽ കോറി പിടിച്ച് ഇങ്ങനെ ചാരി ഇരിക്കും. ഇല്ല, മുന്നിൽ പോയിരിക്കും. മുന്നത്തെ 2ാമത്തെ 3ാമത്തെ ഒരാൾ കുറച്ച് പൊന്തിയ വിളിച്ചിട്ട് മാറിക്കുക, അല്ലെങ്കിൽ താന്നിരിക്കുക, കാണില്ല ആരെ. ഇത് പള്ളിയാവുമ്പോൾ നമ്മൾ ഏറ്റവും ബാക്ക്. അങ്ങനെയില്ല. ആദ്യം വന്നവർ ആദ്യത്തെ സൊഫ് വലതു ഭാഗം, പിന്നെ ഇടതു ഭാഗം, പിന്നെ വരുന്ന ആൾ 2ാമത്തെ സൊഫിലെ വലതു ഭാഗം. അങ്ങനെ പൂർത്തീകരിച്ച് പോകണം. ഇനി 10 ആളെ ആകെ പള്ളിയിലുള്ളൂ, എല്ലാവരും വലതു ഭാഗത്തിരുന്നു. ഇഖാമത്ത് കൊടുത്തപ്പോൾ ബാക്കി നിൽക്കാൻ ആളില്ലെങ്കിൽ എല്ലാവരും നേരെ നിൽക്കണം. പിന്നെ കാലിൻ്റെ മടമ്പുകളൊപ്പമാക്കണം. പിന്നെ നമ്മുടെ നഖം മുറിച്ചിട്ട് വരണം എന്നാ പള്ളിക്ക്, മനസ്സിലായില്ലേ. കക്ഷരോമം 40 ദിവസത്തൊരിക്കൽ പറിച്ച് കളയണമെന്നാ, അല്ലെങ്കിൽ അത് നീക്കം ചെയ്യണം. അതൊക്കെ ഇസ്ലാമിലെ സുന്നത്താ. നഖം മുറിക്കൽ സുന്നത്താ. ഇത് പള്ളിയിൽ വന്നിട്ട് കാർപ്പറ്റൊക്കെ വൃത്തിയാക്കുമ്പോൾ, ഈ കാർപ്പറ്റ് വൃത്തിയാക്കുന്ന ആളോടൊന്നും നിങ്ങൾ ചോദിച്ചു നോക്കിക്കോടി സ്വകാര്യമായിട്ട്. എല്ലാവരും വൃത്തിയാക്കലുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും കിട്ടലുണ്ടോ എന്ന് ചോദിച്ചാൽ നഖം ഇഷ്ടം പോലെ കിട്ടും. എന്താ കാരണം? പള്ളിയിലിരുന്നിട്ട് ജുമാൻ്റെ ഇടയിൽ ഇങ്ങനെ മുറിച്ചിടുക, കാലുമത്തെ നഖം മുറിച്ചിടുക, കൈമത്തെ നഖം മുറിച്ചിടുക, അങ്ങനെ. പിന്നെ കാലിൻ്റെ ഭാഗത്ത് ഈ നെരിയാണ്ട ഭാഗത്തൊക്കെ തൊലി ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവ ഇങ്ങനെ വലിച്ചിട്ട് അവിടെ ഇടുക. നമ്മൾ അള്ളാൻ്റെ വീടാണിത്, അള്ളാൻ്റെ ഭവനാണ്. ആ വീട് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ഇത് പടച്ചോൻ്റെ വീടാണ്. നമ്മളെ വീട്ടിൽ അങ്ങനെ ചെയ്യുമോ? നമ്മൾ ആളുകളൊക്കെ വരുന്ന ഒരു ലിവിങ് റൂമിൽ ഇരുന്നിട്ട് നമ്മൾ നഖമൊക്കെ ഇങ്ങനെ അവിടെ പൊട്ടിച്ചിടുമോ? ഇല്ല. മൂക്കിൽ എന്തെങ്കിലും മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് അവിടെ ഇടുമോ? ഇല്ല. അല്ലെങ്കിൽ കാലിൻ്റെ തൊലി പൊളിഞ്ഞത് അവിടെ ഇടുമോ? ഇല്ല. എന്താ കാരണം? അത് നമ്മളെ വീടാണ്, ലിവിങ് റൂമാണ്. അവിടെ നമ്മൾ ഒരു പ്രത്യേക രസമുള്ളൊരു കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്, മനോഹരമായൊരു ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് അള്ളാൻ്റെ വീടാണ്. ആ വീടിനോടുള്ള മര്യാദ നമ്മളെല്ലാവരും പാലിക്കണം. കൊച്ചു കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരാം, ഒരു പ്രശ്നമില്ല. ഇസ്ലാമിനെ എതിർത്തിട്ടില്ല. മുത്തുനബിയുടെ ചുമലിൽ കയറി ഒരുപാട് സുജൂദിൽ നീട്ടിയപ്പോൾ നബി എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ കുട്ടികളല്ലേ, പേരക്കുട്ടികളല്ലേ, കളിക്കുകയാണ്, നിസ്കരിക്കുന്നിടയിലാണ് തോളിൽ കയറിയത്, പ്രശ്നമൊന്നുമില്ല. എന്നാൽ മറ്റുള്ളവരുടെ നിസ്കാരത്തെ ഡിസ്റ്റർബാക്കുന്ന, മനസ്സിലായില്ലേ, അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് എല്ലാവരും നിസ്കാരം ഉള്ളിലൂടെ ഓടുക, ആ സൊഫിൻ്റെ ഇടയിൽ കൂടി ഓടുക, ഓലെ മൊബൈലെടുത്ത് പായുക, ആ വാച്ച് അയച്ചിട്ടുണ്ടെങ്കിൽ അതിർത്തിടുക. നമുക്കറിയാം നമ്മളെ കുട്ടീനെ കുറിച്ച്, അവൻ കുറച്ച് കുരുത്തക്കേടാണ്, എന്നാൽ ശരിയായിട്ട് കൊടുന്നാൽ മതി. അപ്പം പള്ളിക്ക് നബി കുട്ടികളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ വാച്ചും മൊബൈലും ഒക്കെ കേടെടുത്തി നിസ്കാരത്തിൽ ബാക്കിലൊന്ന് കുത്തി ഇക്ലിയാക്കി ഇങ്ങനെ കളിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമുക്കറിയാം നമ്മളെ കുട്ടീൻ്റെ സ്വഭാവം എന്താണെന്ന്. ഒന്ന് ശരിയാവണ വരെ നമ്മൾ കൊണ്ടുവരണ്ട. എന്നാൽ കുട്ടികളെന്ന നിലക്ക് എപ്പോഴെങ്കിലും ഒരു ഒച്ച ഉണ്ടാക്കിയ, ഒരു ബഹളം ഉണ്ടാക്കിയ, ഒന്ന് കരയെ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യം വരാൻ പാടില്ല. അങ്ങനെയാണ് അവർ പഠിക്കേണ്ടത്. രണ്ട് ഭാഗവും നമ്മളതിനെ ചേർത്ത് വായിച്ചു കൊണ്ടാണ് മുന്നോട്ട് പോവേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പള്ളിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ മര്യാദ തഹിയ്യത്ത് നമസ്കരിക്കുക എന്നുള്ളതാണ്.
ഫർലായ ഒരു കാര്യം ജമാഅത്ത് ഇഖാമത്ത് കൊടുത്താൽ പിന്നെ നിസ്കാരമില്ല. അല്ലെങ്കിൽ നമ്മൾ സുന്നത്ത് നമസ്കരിച്ചിട്ടാണ് ഇരിക്കേണ്ടത്. ജുമാ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വന്ന ആളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണീറ്റിട്ട് ഖുത്ബക്കിടയിൽ ഇരുന്ന ആളോട് എണീറ്റ് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തഹിയ്യത്ത് പള്ളിയുമായിട്ടുള്ളൊരു അഭിവാദ്യമാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ പള്ളിയിൽ ഇങ്ങനെ നഖം പൊട്ടിച്ചിരിക്കുക, അതൊക്കെ പള്ളിയുടെ ഡിസ്റ്റർബാക്കുന്നതിൽ മറ്റുള്ളവർക്കൊരു ഉപദ്രവം. ഉള്ളി തിന്നിട്ട് പള്ളിയിൽ വരരുത് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയാൻ കാരണം? ഉള്ളി തിന്നിട്ട് പള്ളിയിൽ വരരുത്. ഉള്ളി തിന്ന ഒരു പ്രത്യേക ഒരു ഗന്ധം പുറത്തേക്ക് വരും. അപ്പോൾ അത് നമ്മൾ അടുത്തിരിക്കുന്ന ആളുകൾക്ക്, നമ്മുടെ സൊഫിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്ക് ഡിസ്റ്റർബായി മാറും. അതുകൊണ്ട് ഉള്ളി തിന്ന ഉടനെ പള്ളിയിലേക്ക് വരരുത്. അത് വായൊക്കെ കഴുകി വൃത്തിയാക്കി വേറെ എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അതിൻ്റെ സ്മെല്ല് കളഞ്ഞിട്ട് വേണം പള്ളിയിലേക്ക് വരാൻ. അപ്പോൾ സിഗരറ്റ് ആദ്യമേ വലിക്കാൻ പാടില്ല. പിന്നെ സിഗരറ്റ് പള്ളിയിൽ എത്തുന്നവരെ വലിച്ച് ഇവിടെ എത്താൻ നേരത്തെ റോട്ടുമ്മക്ക് ഇറങ്ങി നിങ്ങൾ പള്ളിക്ക് കയറരുത്, വരാന്തി കുത്തിരണോളി. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് AC ഒക്കെ ഇട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെയാണ്. ഇതൊക്കെ മുസ്ലിമിന് സിഗരറ്റ് വലിക്കാനേ പാടില്ല. എന്താ അപ്പം ഇത്? എന്താണ് പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. വിൽക്കാനും പാടില്ല, കൊടുക്കാനും പാടില്ല, അത് ഉപയോഗിക്കാനും പാടില്ല. ലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ കൊന്നുകളയരുതെന്നാണ്. ഇനി അങ്ങനെ ഒരാൾ വലിച്ചു, അയാളെ നമുക്ക് അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റൂല, അയാളെ നമുക്ക് ഒഴിവാക്കാനൊന്നും പറ്റൂല. അത് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നല്ലാതെ വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യണം? അയാളുടെ വായൊക്കെ കഴുകിയിട്ടാണ്. ബീഡിയും സിഗരറ്റൊക്കെ വലിക്കണ ആളുകൾ ജമാഅത്തിനൊക്കെ വരുമ്പോൾ അയാളുടെ വായ കഴുകി, അത് വലിക്കാൻ പാടില്ല. ഇനി എൻ്റെ ഖുതുബയിൽ നിന്ന് ഈ ഭാഗം എടുത്തിട്ട് സിഗരറ്റ് വലിക്കുന്ന ആളുകൾ നിസ്കരിക്കാൻ നേരത്ത് വായ കഴുകിയാൽ മതി എന്നുള്ള ക്ലിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. എന്താ, വലിക്കാനേ പാടില്ല. ഇനി ഒരാൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ അയാൾ അത് വലിച്ചുകൊണ്ട് ഇരിക്കെ പള്ളിയിലേക്ക് ഒരിക്കലും പ്രവേശിക്കരുത്. കാരണം മറ്റുള്ളവർക്ക് അതൊരു ഉപദ്രവമാണ്. അവർ കയറി ടോയ്ലറ്റ് കയറി അവർക്ക് മണമുണ്ടാവില്ല, വേറൊരാൾ കയറുമ്പോൾ അതിൻ്റെ ദുർഗന്ധം വല്ലാത്തതാണ്. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ ഒരു അള്ളാൻ്റെ വീടാണ്. ആ വീടിനെ ഭംഗിയായി സൂക്ഷിക്കുക. സർവശക്തനായ അള്ളാഹു കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നാടൻ പ്രദേശമാണ് കരുന്നച്ചൊക്കെ. നാലും പള്ളിക്ക് വരുമ്പോൾ ഒരു കള്ളിത്തുണിയൊക്കെ എടുത്ത് ഒരു ബനിയനൊക്കെ ഇട്ട് രാത്രി കടന്നുറങ്ങണ അതേ ഡ്രസ്സിൽ പള്ളിയിൽ വരരുത്. നിങ്ങൾ പഞ്ചായത്ത് പോവും. അങ്ങനെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ആരാ? ലോകത്തിൽ എവിടേക്കോ പഞ്ചായത്തുണ്ട്, എത്ര പഞ്ചായത്തുണ്ട്. ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് തന്നെ വലിയ സ്ഥാനമൊന്നുമല്ല. അയാളെ കാണാൻ ഒരു കള്ളിത്തുണി ഒരു ടീഷ് പിന്നെ കീറി തുണിയൊക്കെ എടുത്ത് ഇങ്ങനെ പോവോ? അപ്പോൾ എവിടുക്കാ? ഞാൻ പഞ്ചായത്തൊക്കെ പ്രസിഡൻറ്റിനോടും സംസാരിക്കണം. അപ്പോൾ കുണി കുപ്പായം മാറ്റിയിട്ടാണ് പോണേ. ഞാൻ ഇടയ്ക്കര സ്റ്റേഷനിലൊന്ന് പോയിട്ട് വരാം, SIനെ കാണാനാ. അപ്പോൾ ഒരു ചീഞ്ഞ തുണിയൊക്കെ എടുത്തിട്ട് പോവോ? ഇല്ല, മാറ്റിയിട്ടാണ് പോലെ. പള്ളിക്ക് വരുന്നത് അള്ളാഹുമായി നടത്തുന്ന മുനാജാത്താണ്. പടച്ചോൻ്റെ മുമ്പിലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ വരിക. അതാ നല്ല പൈസയുള്ള ഒരു സഹാബി കീറിയ കുപ്പായൊക്കെ ഇട്ട് വന്നു. നബി ചോദിച്ചു, എന്താ അത് ചോദിച്ചു. എനിക്ക് ഭൂമിയോട്, ദുനിയാവിനോട്, ഭൂമിയോട് വലിയ താല്പര്യമല്ല, ഒരു ഇഷ്ടമല്ല, എനിക്ക് പരലോകം അതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും. അള്ളാഹു റസൂൽ പറഞ്ഞു പറ്റൂല എന്ന്. അള്ളാഹു ജമീലൻ യുഹിബ്ബുൽ ജമാല, പടച്ചോൻ നിനക്ക് സ്വത്ത് തന്നിട്ടില്ലേ, അത് കാണിക്കണം. എന്നാൽ ഓവർ കാണിക്കണം എന്നല്ല, ദൂർത്താക്കണം എന്നല്ല. പടച്ചോൻ സ്വത്ത് തന്നിട്ടും നല്ലൊരു കുപ്പായം വാങ്ങണില്ല. പടച്ചോൻ പൈസ തന്നിട്ടും നല്ലൊരു തുണി വാങ്ങൂല. പടച്ചോൻ പൈസ തന്നിട്ടും നല്ലൊരു ചെരുപ്പ് വാങ്ങൂല. കീറി 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 ബ്ലേഡ് അയക്കണം, എന്നാലും മാറ്റൂല. പൈസ ഉണ്ട്, പിന്നെ എന്തിനാ ഈ പൈസ? അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആളുകൾക്ക് കളിയാക്കാൻ പറ്റുന്ന ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകലല്ല, നേരെ മര്യാദക്ക് നീറ്റായിട്ട് നടക്കലാണ് ഇസ്ലാം എന്നുകൂടി നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ദീന് സംരക്ഷിക്കുന്ന ആളുകളാക്കി അള്ളാഹു നമ്മെയും എന്നെയും നിങ്ങളെയും ഒക്കെ മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ തൗഹീദ് മനസ്സിലാകാത്ത ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് കൂടി ഈ തൗഹീദിൻ്റെ ഹിദായത്ത് നൽകി അവരെയും നമ്മെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റായ വിശ്വാസാചാരങ്ങൾ വെച്ച് പുലർത്തുന്നവർക്ക് നേർവഴിയിലേക്ക് അള്ളാഹു മാർഗം കാണിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു